ആചാര്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവം മാർച്ച് 28-ന് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഏപ്രിൽ 1-ന് സമാപിക്കും. ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളും പ്രത്യേക വിശേഷാൽ പൂജകളും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. വിശ്വകർമ്മ സഭയിലെ പ്രത്യേക വിഭാഗത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രം 5 തലമുറകളോളമായി നാട്ടിലെ പ്രധാന ആരാധനാ കേന്ദ്രമാണെന്ന് ഭാരവാഹികളായ PR രാജീവ്, VK ചന്ദ്രൻ, AC ബാലചന്ദ്രൻ, AN സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെയാണ് മീനഭരണി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ പരിപാടി. 4 ദിവസം കലാപരിപാടികളുണ്ട്, പതിവ് പൂജാദികളുമുണ്ട്. 5-ാമത്തെ ദിവസം തിരുമാനാകുന്ന ദേവി ക്ഷേത്രത്തിൽ നിന്ന് കുംഭോള ഘോഷയാത്ര പുറപ്പെടും. ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് കുംഭോള അഭിഷേകത്തിന് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം മഹാപ്രസാദം ഉണ്ടാവും. 4 ദിവസത്തെ പരിപാടി സിറ്റി വോയിസിന്റെ ഭക്തിരാഗമായിരിക്കാം. 2-ാമത്തെ ദിവസം പതിവ് പൂജാദികൾക്ക് ശേഷം ദീപാരാധന, അതിനുശേഷം സപ്തസ്വര കമ്മ്യൂണിക്കേഷൻ കുറുപ്പുപുഴയുടെ ഭക്തിഗാനവേളി കൈകൊട്ടിക്കളിയും. മിക്ക ക്ഷേത്രങ്ങളിലെയും ശില്പികൾ ഞങ്ങൾ വിശ്വകർമ്മജരാണ്. അപ്പോൾ വിശ്വകർമ്മജര മിക്ക ക്ഷേത്രം അഞ്ചാക്കരിയുന്ന ഈ കുരിശുരുത്തർക്ക് ക്ഷേത്രം, പള്ളിക്കാവ് ക്ഷേത്രം, പാലക്കുന്ന് ക്ഷേത്രം, പെരിങ്ങാമൂർ ക്ഷേത്രം, തിരുവനന്തപുരം ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ പൂർവികരാണ്. ആ പൂർവികർക്ക് നമ്മളോട് തൊട്ടെന്ന് വന്ന് ആരാധിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കഴിവുള്ള കലാകാരന്മാർക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോത്സാഹന സമ്മാനം നമ്മൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ എല്ലാ സൗകര്യങ്ങളും കൂടി കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചു. പിറവം ആചാര്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവം മാർച്ച് 28-നാണ് ആരംഭിക്കുന്നത്. 5 ദിവസത്തെ ആഘോഷങ്ങൾ മീനഭരണിയായ ഏപ്രിൽ 1-ന് സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് താലപ്പൊലി, ദീപാരാധന, പ്രസാദഊട്ട് എന്നിവയുണ്ടാകും. 28-ന് രാത്രി പിറവം സിറ്റി വോയിസിന്റെ ഭക്തിരാഗമാലികയുണ്ട്. 29-ന് രാത്രി പാഴൂർ ശിവശക്തിയുടെ കൈകൊട്ടിക്കളി, കുറുപ്പമ്പടി സപ്തസ്വര കമ്മ്യൂണിക്കേഷൻസിന്റെ ഭക്തിഗാനമേള എന്നിവയും നടക്കും. ഏപ്രിൽ 1-ന് രാവിലെ പാലച്ചുവട് തെക്കുംമൂട്ടിപ്പടി തിരുമാനാംകുന്ന് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കുംഭകുടം ഘോഷയാത്രയ്ക്ക് തെയ്യം, കരകാട്ടം, അമ്മൻകുടം, ചെണ്ടമേളം, പുഷ്പതാലം എന്നിവ അകമ്പടിയാകും. തുടർന്ന് മഹാപ്രസാദഊട്ട്, വൈകിട്ട് താലപ്പൊലി എന്നിവയും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.